ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ ബുക്കാണ്. SCRT സീരീസ് ആണ്. സോഷ്യൽ സയൻസ് ആയിരിക്കും ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ. ഈ ഒരു ക്ലാസ് LP UPക്കാർക്ക്, LDCക്കാർക്ക്, അതുപോലെ LGSക്കാർക്ക്, അങ്ങനെ കേരള PSC എഴുതുന്ന എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ബുക്കിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ ഈ വർഷത്തെ ചോദ്യങ്ങളിലൊക്കെ ഒന്ന് കണ്ണോടിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്കൂൾ ബുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന്. നമ്മുടെ ചോദ്യപേപ്പറിലെ ഓരോ സെന്റൻസുകളും സ്കൂൾ ബുക്കിലെ അതേപോലെയാണ് എഴുതിയേക്കുന്നത്. ഒരു സെന്റൻസ് പോലും ഒരു ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. സെയിം സെന്റൻസ് സ്കൂൾ ബുക്കിൽ അതുപോലാണ് ചോദ്യത്തിന് വരുന്നത്. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് നമ്മുടെ സ്കൂൾ ബുക്ക്. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ സ്കൂൾ ബുക്ക് പഠിക്കുമ്പോൾ എപ്പോഴും സ്കൂൾ ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്ത് പഠിക്കണം. നമ്മൾ വേറെ എന്തെങ്കിലും ആണ് എടുക്കുന്നതെങ്കിൽ, ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, എക്സാമിന് ഒരു ചാപ്റ്ററിൽ 2-3 പോയിന്റ്സ് ആയിരിക്കാം ചോദിക്കുന്നത്. നമ്മുടെ ഭാഗ്യദോഷം കൊണ്ട് ആ പോയിന്റ്സ് ചിലപ്പോൾ കട്ടായി പോയേക്കാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു മാർക്ക് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ആ ഒരു ചാപ്റ്ററിന്റെ ഒരു നോട്ട് വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ ചാപ്റ്റർ 1 ആണ്. ചാപ്റ്ററിന്റെ ഹെഡിങ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. അപ്പോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം എനിക്ക് പറയേണ്ടത് കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ. അപ്പൊ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പൊ കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ ഇതിനകത്ത് പറയുന്നു. അപ്പൊ നമ്മൾ പറയണം, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കുമാരനാശൻ എഴുതിയ ഒരു കവിതയാണ് ഒരു ഉദ്ബോധനം. കുമാരനാശൻ എഴുതിയ ഒരു കവിതയാണ് ഒരു ഉദ്ബോധനം. ഇനി നമുക്ക് ജ്ഞാനോദയം എന്താണ് എന്ന ആശയത്തിലേക്ക് പോകാം. യൂറോപ്പില് ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ബുദ്ധിപരവും അതുപോലെ തന്നെ സാംസ്കാരികപരവുമായ ഒരു പ്രസ്ഥാനത്തിലേക്ക് വഴിതെളിച്ചു. എവിടെ നിന്നാണ് ജ്ഞാനോദയം രൂപപ്പെട്ടത്? നമ്മളുടെ ആൻസർ യൂറോപ്പ്. അപ്പൊ യൂറോപ്പില് ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തമാണ് ജ്ഞാനോദയത്തിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. യുക്തി ചിന്തയ്ക്ക് പ്രാധാന്യം നൽകി. ഏത് ചിന്തയ്ക്ക് പ്രാധാന്യം നൽകി? യുക്തി ചിന്തയ്ക്ക് പ്രാധാന്യം നൽകി. ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. സമൂഹം എന്ത് ചെയ്യുന്നു? പുരോഗതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പൊ നമ്മള് ജ്ഞാനോദയം എന്ന ചിന്ത നമ്മൾ പഠിച്ചു. എന്താണ് ജ്ഞാനോദയം? ജ്ഞാനോദയം എന്ന് ചോദിച്ചാൽ യൂറോപ്പിലാണ് ഇത് ഉദയം ചെയ്തത്. ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിനാണ് രൂപം നൽകിയത്. യുക്തി ചിന്തയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഇനി ജ്ഞാനോദയ ചിന്തകർ നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോ നമുക്കറിയേണ്ടത് യുക്തിരഹിതമായ പല വിശ്വാസങ്ങൾ അന്നൊക്കെ നിലകൊണ്ടിരുന്നു. ഇത് മനുഷ്യനെ യുക്തിപരമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് എൻലൈറ്റ്മെന്റിന് രൂപം നൽകി. എൻലൈറ്റൻമെന്റ്. അപ്പോ ജ്ഞാനോദയം, ജ്ഞാനം അറിവാണ് അല്ലെ, പുതിയൊരു ഉണർവാണ് വരുന്നത്. ഈ യുക്തി ചിന്തയ്ക്കാണ് പ്രസക്തി വന്നത്. 18ാം നൂറ്റാണ്ടിലാണ്. യുക്തി ചിന്തയാണ് ഭൗതികപരമായും സാംസ്കാരികപരമായ ഒരു വളർച്ചയായിരുന്നു. യൂറോപ്പിലാണ് ഇത് ഉദയം കൊണ്ടത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങള് ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. എന്തൊക്കെ അവർ പ്രചരിപ്പിച്ചു? എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, ആരും ആരുടെ അടിമകളല്ല, ജനാധിപത്യ ചിന്ത വേണം, അതായത് ഈ രാജകുമാരൻ നമ്മളെ ഭരിക്കേണ്ട കാര്യമില്ല, സമത്വം വേണം, എല്ലാവരും ഒരുപോലെയാണ്, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, ഇനി ദേശീയത വേണം. അപ്പൊ ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ ജ്ഞാനോദയ ചിന്തകര് പ്രചരിപ്പിച്ചു.
അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. അന്ന് ഏകാധിപത്യ ഭരണമായിരുന്നു. ഏതെങ്കിലും ഒരു രാജാവ് അയാളുടെ ഇഷ്ടത്തിന് ഭരിക്കുകയായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊല്ലും, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതൽ പൈസയും പ്രശസ്തിയും ഒക്കെ കൊടുക്കും, അവരെ കൂടുതൽ സംരക്ഷിക്കും, ഒരുപാട് ആളുകളെ കല്യാണം കഴിക്കും. അപ്പൊ അവർക്ക് ആ വ്യക്തിക്ക് എന്തൊക്കെ തോന്നുന്നോ ആ വ്യക്തി അതിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ അടിമകളായിരുന്നു. അപ്പൊ ആ ഒരു ഭരണം വേണ്ട, എല്ലാവരും ഈക്വൽ ആണ്, ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും ഈക്വൽ ആണ്, അപ്പോൾ എല്ലാവർക്കും സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, ജനാധിപത്യം വേണം എന്നൊക്കെ ഇവർ വാദിച്ചു. അപ്പോ അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഓരോ രാജ്യങ്ങളായി സ്വാതന്ത്ര്യം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഓരോ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പ്രധാനമായും അമേരിക്ക, ചൈന, റഷ്യ, പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങള്, ഇങ്ങനെ ഫ്രാൻസ്, ഇത്രയും രാജ്യങ്ങളുടെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ആദ്യം നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കാം. ഇതിനകത്ത് എക്സാമിന്റെ സ്ഥിര ചോദ്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല? ഇത് ജെയിംസ് ഓട്ടിസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. ആരാ ഇങ്ങനെ പറഞ്ഞത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന്. പ്രാതിനിധ്യമില്ലാതെ നികുതി തരില്ല, ജെയിംസ് ഓട്ടിസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് വടക്കേ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലെ ഈ ഒരു മുദ്രാവാക്യം മുഴങ്ങി കേൾക്കുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് ഉദയം ചെയ്തത്. ഇങ്ങനത്തെ ആശയം വരുന്നത് 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടത്. ജെയിംസ് ഓട്ടിസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം, 16 കുറച്ചും കൂടെ മുന്നോട്ട് പോയി. യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. അപ്പൊ യൂറോപ്പിൽ നിന്ന് കുറച്ച് ആളുകൾ എങ്ങോട്ട് പോകുന്നു? വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി. കുടിയേറി എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഈ രാജ്യത്ത് നിന്ന് അവര് താമസം അങ്ങ് പോവുകയാണ്. ഇനി ഈ രാജ്യം വേണ്ട, ഞങ്ങൾ പോകുന്നു, ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത രാജ്യത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഇവിടെ മൈഗ്രേഷൻ കാണുന്നില്ലേ? ചിലരൊക്കെ കാനഡയിലോ ഓസ്ട്രേലിയയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നില്ലേ? അതുപോലെ എന്ത് ചെയ്യുന്നു? അവരങ്ങ് കുടിയേറി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ എക്സാമിന് ചോദിക്കാം, കുടിയേറിയതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വിഭവങ്ങളൊക്കെ കൈയടക്കുക. അപ്പൊ ആ സ്ഥലത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ കൈയടക്കുക. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോ ദാണ്ടെ ഈ കാണുന്നതാണ് 13 കോളനികൾ. അപ്പോ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വടക്കേ അമേരിക്കയിൽ എത്തി. ഇവര് വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നത്. ഇവരവിടെ ചെന്ന് 13 കോളനികൾ അങ്ങ് രൂപീകരിച്ചു. ഏതൊക്കെയാണ് കോളനികള്? ജോർജിയ പ്രധാനപ്പെട്ട ഒരു കോളനിയാണ്. സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മേരിലാൻഡ്, വെർജീനിയ, ഡെലാവെയർ, ന്യൂജേഴ്സി, പിന്നെ മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, ഇങ്ങനെ ഒരു ന്യൂ ഹാംപെയർ, ന്യൂയോർക്ക്, പെനിസിൽവാനിയ, വെർജീനിയ, ഇങ്ങനെ 13 കോളനികൾ. കോളനികളുടെ പേരൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ജ്ഞാനോദയം, 18-ാം നൂറ്റാണ്ട് യൂറോപ്പിൽ ഉദയം ചെയ്തു. ഇനി അമേരിക്കൻ വിപ്ലവത്തിലേക്ക് വന്നു. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടിസ്. ഇത്രയൊക്കെ അല്ലേ? 16-ാം നൂറ്റാണ്ടിലാണ് കുടിയേറ്റം. ഇംഗ്ലണ്ടിൽ നിന്നാണ് കുടിയേറിയത്, വടക്കേ അമേരിക്കയിലേക്കാണ് കുടിയേറിയത്. വിഭവങ്ങൾ കൈയടക്കാനാണ്. അപ്പൊ അവരവിടെ പോയിട്ട് 13 കോളനികൾ സ്ഥാപിച്ചു. ഇത്രയും ക്ലിയർ ആണ്. ഇനി നമുക്കറിയേണ്ടത് 1492, ഈ വർഷം ഓർക്കുക, 15-ാം നൂറ്റാണ്ട് 1492, സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികൻ ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്യുന്നു? വടക്കേ അമേരിക്കയിൽ എത്തുന്നു. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. ഇദ്ദേഹം വിചാരിച്ചത് വടക്കേ അമേരിക്കയിൽ എത്തിയപ്പോൾ ഇയാൾ വിചാരിക്കുന്നത് ഇത് ഇന്ത്യയാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി അവരെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടില് മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്.
ഇവർ തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് എന്ന് അറിയപ്പെട്ടു. അപ്പൊ 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയ ക്രിസ്റ്റഫർ കൊളംബസ്. ആരാ എത്തിയത്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എത്തിയത്. അവിടുത്തെ ജനങ്ങളെ ഇന്ത്യക്കാർ എന്നാണ് വിളിച്ചത്. ഇന്ത്യയിലെ ജനങ്ങളാണ് കരുതി വിളിച്ചത്. പക്ഷെ അദ്ദേഹം വടക്കേ അമേരിക്കയിലായിരുന്നു എത്തിയത്. ഇനി ഇംഗ്ലണ്ടിലെ രാജാവിന് വളരെ പീഡനമായിരുന്നു, മതപീഡനമായിരുന്നു. അപ്പൊ ഈ മതപീഡനം വയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ആളുകള് സ്ഥലം മാറുന്നത് അവിടുന്ന്. ഈ മതപീഡനം കാരണമാണ് ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അവിടെ ആദ്യമായി അമേരിക്കയില് കപ്പലിൽ പോകുന്നു. ഈ കപ്പലിന്റെ പേരെന്താണ്? മേഫ്ലവർ എന്ന കപ്പലിലാണ് ഇവർ പോകുന്നത്. ഇവര് കപ്പലിൽ പോയിട്ട് അമേരിക്കയിലെത്തി അവിടെ കോളനി സ്ഥാപിച്ചു. അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് വടക്കേ അമേരിക്കയിൽ പോകാൻ കാരണം മതപീഡനമാണ്. ഏത് കപ്പലിലാണ് പോയത്? മേഫ്ലവർ എന്ന കപ്പലിലാണ് പോയത്. ഇവര് അവിടെ എന്ത് സ്ഥാപിക്കുന്നു? കോളനി സ്ഥാപിച്ചു. ഇവരെയാണ് തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്. ആദ്യം തീർത്ഥാടനം നടത്തി. അപ്പൊ തീർത്ഥാടനം എന്ന പരിപാടിയുടെ പിതാക്കൾ, അപ്പൊ പിൽഗ്രിമിന്റെ ഫാദേഴ്സ് എന്നിവരെ വിളിക്കപ്പെടുന്നു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമാകുന്നു. റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അപ്പൊ അവിടെയുള്ള റെഡ് ഇന്ത്യൻസ്, ഈ ഇംഗ്ലണ്ടിലെ ആളുകളെല്ലാം കൂടെ വടക്കേ അമേരിക്കയിലേക്ക് വന്നു. വടക്കേ അമേരിക്കയിലുള്ള റെഡ് ഇന്ത്യൻസ് എന്ത് ചെയ്തു? ആട്ടിയോടിക്കപ്പെടും. അവർ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. അവരുടെ ഭൂമിയും അവരുടെ സ്ഥലവും അവരുടെ ആട്ടിൻപറ്റത്തെയൊക്കെ ഈ കുടിയേറ്റക്കാരായി വന്ന യൂറോപ്യന്മാർ കവർന്നു. ക്ലിയർ ആണ്? അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പിൽഗ്രിം ഫാദേഴ്സിനെ കുറിച്ച് പറഞ്ഞു, മേഫ്ലവർ എന്ന കപ്പലിനെ കുറിച്ച് പറഞ്ഞു. ഈ ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്നാണ് ഇവർ ഇങ്ങനെ പലായനം ചെയ്തത് എന്ന് പഠിച്ചു. ഇനി ക്രിസ്റ്റഫർ കൊളംബസ് 1492 ഇങ്ങനെ വടക്കേ അമേരിക്കയിൽ എത്തുന്നതും റെഡ് ഇന്ത്യൻസ്, ഇന്ത്യക്കാർ എന്ന് വിളിക്കുകയും ചെയ്തത് സ്പാനിഷുകാരനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഇനി തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായിട്ടുമാണ് ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയത്. അപ്പൊ ഇംഗ്ലീഷുകാരുടെ കുറച്ച് ജനങ്ങളാണ് ഈ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയത്. അവരവിടെ കോളനിയൊക്കെ സ്ഥാപിച്ചു. പക്ഷെ ഇംഗ്ലീഷുകാർക്ക് അവരോട് ആത്മാർത്ഥതയൊന്നുമില്ല. അവർ നോക്കിയപ്പോ ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ചെലവഴിക്കാനുള്ള ഒരു പുതിയ മാർക്കറ്റ് കിട്ടി. ഇനി അവരെ ഉപയോഗിച്ചോട്ട് എന്ത് ചെയ്യാം? കുറച്ച് അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ പണ്ട് ഇവരുടെ ഒരു നയം തന്നെ ഇതാണ്. ഇവർ ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതും അതിനു വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യയൊക്കെ അവരുടെ അടിമകളാക്കി വെച്ചത് പ്രധാന കാരണം എന്താണ്? അവരുടെ അസംസ്കൃത വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കുക, പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം. അപ്പോ ഇത് തന്നെയാണ് ഇവിടെ ഇവർ ലക്ഷ്യം വെച്ചത്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെ മെർക്കന്റിലിസം എന്ന് അറിയപ്പെടുന്നു. ഇതിനെ എന്തറിയപ്പെടുന്നു? മെർക്കന്റിലിസം എന്ന് അറിയപ്പെടുന്നു. മെർക്കന്റിലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. ഈ മെർക്കന്റിലിസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അവയിലെ ചിലത് നമ്മൾ പറയുകയാണ്. എന്താണ് മെർക്കന്റിലിസം എന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടുകാര് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയവർക്ക് കൊടുത്ത കുറച്ച് നിയമങ്ങളാണ്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഇപ്പൊ 13 കോളനി ഉണ്ട്. ഈ കോളനികളിൽ പരസ്പരമായിട്ടോ കോളനികളിൽ നിന്ന് കോളനികളിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഒന്നുകിൽ ഇംഗ്ലീഷ് കപ്പൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കോളനി തന്നെ നിർമ്മിച്ച സ്വന്തം കപ്പൽ ഉപയോഗിക്കണം. ഇനി കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങള്, വർത്തമാന പത്രങ്ങള്, ലഘുലേഖകള്, ലൈസൻസുകൾ, ഇതിലെല്ലാം ഇംഗ്ലണ്ടിന് മുദ്ര വേണം. അതായത് ഇംഗ്ലണ്ടുകാരറിയാതെ ഇങ്ങനത്തെ ഒരു സാധനം അവിടെ ഇറക്കാൻ പറ്റത്തില്ല. ഇനി അവിടെ ഉൽപ്പാദിപ്പിച്ച പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില, ഇത് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അപ്പൊ വേറൊരു രാജ്യമായിട്ട് ഇവര് ബന്ധപ്പെടാൻ പാടില്ല. ഇവര് വേറെ ആരുമായിട്ടും കച്ചവട ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് താമസസ്ഥലം, അത്യാവശ്യ സൗകര്യങ്ങൾ കോളനികൾ നൽകണം. അപ്പൊ ഇവര് കുറച്ച് ഇംഗ്ലീഷ് സൈന്യത്തെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും കോളനിക്കാര് ഒരുക്കി കൊടുക്കുകയും വേണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് ഇവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പൊ ഇവിടുത്തെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇറക്കുമതി ഇങ്ങോട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല നികുതിയൊക്കെ കൊടുക്കുകയും വേണം. അപ്പൊ ഇത് പൂർണ്ണമായും ഒരു സ്വേച്ഛാധിപത്യ രീതിയിലുള്ള, ഇംഗ്ലണ്ടിന് കൂടുതൽ ഗുണം കിട്ടുന്ന രീതിയിലുള്ള
ഒരു നിയമങ്ങളായിരുന്നു മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ക്ലിയർ ആണ്? ഇനി നമ്മൾ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പഠിക്കാൻ പോവുകയാണ്. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേല് ഉയർന്ന നികുതി ചുമത്തി. അപ്പൊ ഇംഗ്ലീഷുകാര് തേയിലയുടെ മേല് ഉയർന്ന നികുതി ചുമത്തിയില്ലേ? തേയിലയുടെ മേൽ മാത്രമാണോ? അല്ല, ഗ്ലാസ്, കടലാസ്, ഇതിനൊക്കെ മുകളില് നല്ല നികുതി ചുമത്തി. അപ്പൊ ഇതില് നല്ല പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 ഡേറ്റ് ചോദിക്കാറുണ്ട്. 1773 ഡിസംബർ മാസമാണ്, 16 തീയതിയാണ്. അപ്പോൾ രാത്രിയില് റെഡ് ഇന്ത്യക്കാരുടെ വേഷമൊക്കെ ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങള് ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറിയിട്ട് അതിനുണ്ടായിരുന്ന 342 പെട്ടി തേയില എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിക്കുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. ഇനി എക്സാമിന് ചോദിച്ച മറ്റു രണ്ട് കാര്യങ്ങളാണ് ജോൺ ലോക്കിന്റെയും തോമസ് പെയിന്റെയും സെന്റൻസുകൾ. അവർ പറഞ്ഞത്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ജോൺ ലോക്ക് പറഞ്ഞു, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ആർക്ക് സാധനങ്ങൾ വിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ആരുമായി യാത്ര ചെയ്യണം, കപ്പലിൽ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. ഇതിനെ ഹനിക്കാനൊന്നും ഒരു ഗവൺമെന്റും അധികാരമില്ല എന്ന് ജോൺ ലോക്ക് പറഞ്ഞു. തോമസ് പെയിൻ പറഞ്ഞു, ഏതെങ്കിലും വിദേശ ശക്തിക്ക് വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ഈ അമേരിക്ക ഇപ്പൊ കോളനിയൊക്കെ സ്ഥാപിച്ചു ഇച്ചിരി നല്ല നിലയിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇംഗ്ലണ്ടിനൊന്നും ഇങ്ങനെ അടിമപ്പെട്ട് കിടക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല എന്ന് ആര് പറയുന്നു? തോമസ് പെയിൻ പറയുന്നു. അപ്പോ വൻകരകള് സമ്മേളിക്കാൻ പോവുകയാണ്. ഇപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ആയില്ലേ? ഒന്ന് തോമസ് പെയിൻ പറഞ്ഞു, മറ്റൊന്ന് ജോൺ ലോക്ക് പറഞ്ഞു. ഇനി പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് ജോൺ ആര് പറയുന്നു? ജെയിംസ് ഓട്ടിസ് പറയുന്നു. എന്താണ് മെർക്കന്റിലിസം എന്ന് മനസ്സിലായി. ബോസ്റ്റൺ ടീ പാർട്ടി പിടികിട്ടി. ആരാണ് മേഫ്ലവറിൽ പോയത്, തീർത്ഥാടക പിതാക്കൾ ആരാണ് എന്ന് മനസ്സിലായി. ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ മാതൃരാജ്യമായ ഇംഗ്ലണ്ട് അവരുടെ നയങ്ങൾക്ക് നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാൻ ജോർജിയ ഒഴികെ കോളനികളുടെ പ്രതിനിധികള് 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അപ്പൊ 13 കോളനി ഉണ്ട്, 12 പേരും സമ്മേളിച്ചു. ആര് മാറി നിന്നോ? ജോർജിയ മാറി നിന്നു. ജോർജിയ എന്ത് ചെയ്തോ? മാറി നിന്നു. കൂട്ടത്തിൽ പെടാത്തവനാണ് അല്ലെ, ജോർജിയ ഇങ്ങ് മാറി. അപ്പൊ ഇതിനെയാണ് 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇതിനെ എന്ത് വിളിക്കാം? 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് വിളിക്കാം. അപ്പൊ തുടർന്ന് വ്യവസായങ്ങൾക്ക് വ്യാപാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതിയൊന്നും ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടിലെ കോളനികളും ഈ ഇംഗ്ലണ്ടും നമ്മുടെ വടക്കേ അമേരിക്കയിലെ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. അപ്പൊ 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. 74 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഇനി 75 അടുത്ത വർഷം തന്നെ 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. 2 സമ്മേളനവും ഒരു സ്ഥലത്താണ് നടന്നത്, ഫിലാഡൽഫിയയിൽ തന്നെയാണ് നടന്നത്. കണ്ട, ആദ്യം ഫിലാഡൽഫിയ, രണ്ടാമതും ഫിലാഡൽഫിയ. അപ്പൊ ഒരേ സ്ഥലമാണ്, നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ ഇവിടെ ഈ കോൺഗ്രസ് സമ്മേളനത്തില് ജോർജ് വാഷിംഗ്ടണിനെ ഇതിന്റെ തലവനായിട്ട് പ്രഖ്യാപിച്ചു. ഈ സമ്മേളനത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന ലഘുലേഖ ഇറക്കി. അപ്പൊ പറഞ്ഞു, നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുക. അതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവമായ പ്രവൃത്തി. വിവേകപൂർവമായ പ്രവൃത്തി, നമ്മൾ ഇവരിൽ നിന്ന് മാറുക, അതാണ് ഒരു കോമൺ സെൻസ് എന്ന് തോമസ് പെയിൻ പറഞ്ഞു. തോമസ് പെയിന് മുമ്പേ വലിയ താല്പര്യമില്ലായിരുന്നു. തോമസ് പെയിൻ പറഞ്ഞു, ഏതെങ്കിലും വിദേശ ശക്തിക്ക് നമ്മൾ ഇങ്ങനെ കീഴടങ്ങി കഴിയുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല എന്ന് തോമസ് പെയിൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടത് 1776 ജൂലൈ 4.
അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഓക്കെയാണ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഇതാണ് ഇവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അപ്പൊ എക്സാമിന്റെ ചോദ്യം, എന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം? 1776 ജൂലൈ 4. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ക്ലിയർ ആണ്. തോമസ് ജെഫേഴ്സണും ഉണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇങ്ങനൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധം 1781 അവസാനിച്ചത്. ഓക്കെയാണ്. ഇപ്പൊ 73 ബോസ്റ്റൺ ടീ പാർട്ടി, 74 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം, 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം. ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ 13 കോളനികളും പങ്കെടുത്തു. ജോർജിയ പങ്കെടുത്തു. ക്ലിയർ ആണ്. ജോർജിയ പങ്കെടുത്തു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്കറിയേണ്ടത് ഒന്നിൽ മാത്രമേ അവര് വിട്ടുനിന്നുള്ളൂ. 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇനി 81 വരെ യുദ്ധം നടന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. 83 ആയപ്പോ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യവും അംഗീകരിച്ചു. 1783 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്ക് ഭരണഘടന തയ്യാറാക്കി. അപ്പൊ അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത് ആര്? എക്സാമിന്റെ ചോദ്യം. ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ. അപ്പൊ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു. ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. ആദ്യ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. ഇനി അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. അമേരിക്കയിൽ നിലവിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥയൊക്കെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. അവരങ്ങനെ സ്വാതന്ത്ര്യം നേടുന്നു. അവർക്ക് സ്വന്തമായിട്ട് ഭരണഘടനയൊക്കെ വന്നു. അവരുടെ പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തു, ജോർജ് വാഷിംഗ്ടൺ. ജെയിംസ് മാഡിസൺ ആണ് ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. 13 കോളനികളും സ്വാതന്ത്ര്യം നേടി. പാരീസ് ഉടമ്പടി പ്രകാരം 1783. ഇനി നമുക്കറിയേണ്ടത് 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെ എന്ത് തയ്യാറാക്കുന്നു? അവര് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെയാണ്. ഇനി എന്തൊക്കെയാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിന് സമ്മാനിച്ച കാര്യങ്ങൾ? പിൽക്കാലത്തൊരു സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് വിപ്ലവങ്ങൾക്കൊക്കെ പ്രചോദനമാകാനും ലക്ഷ്യബോധം നൽകാനും ഇതിന് സാധിച്ചു. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യ എഴുതപ്പെട്ട ഭരണഘടന, ലോകത്ത് തന്നെ ആദ്യം എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ്. ഏറ്റവും വലിയ ഭരണഘടന, എഴുതപ്പെട്ടതിൽ വലുത് ഇന്ത്യയുടേതാണ്. ഇനി എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ബ്രിട്ടൻ ഒക്കെ. ഇനി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സമ്മാനിച്ചു. അപ്പോ ഇവര് പൊരുതി നേടി സ്വാതന്ത്ര്യം. അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങൾക്കും ഇതൊരു മാതൃകയായിരുന്നു. നമുക്കും പൊരുതാമെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടും, നമ്മൾ ഈ രീതിയിലൊക്കെ പൊരുതണം, ലക്ഷ്യങ്ങൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ പൊരുതണം, ആ ഒരു ബോധം ഇവര് നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് സമ്മാനിച്ചു. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കി. സ്വാതന്ത്ര്യം അധികാരം നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം കൊണ്ടുവന്നു. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചു. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പോവുകയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പോകുമ്പോൾ 3 ആളുകളെ ആദ്യം തന്നെ പഠിക്കണം. ഒന്ന് ലൂയി 14 പിന്നെ 15, 16, മേരി ആന്റോണിയറ്റ്. ഈ 4 പേരെയാണ് ആദ്യം അറിയേണ്ടത്. ലൂയി 14 പറഞ്ഞു, ഞാനാണ് രാഷ്ട്രം. ആരാ രാഷ്ട്രം? ഞാനാ രാഷ്ട്രം എന്ന് പറഞ്ഞു.
രാജാവിന്റെ അധികാരങ്ങളൊക്കെ ദൈവം തന്നതാ. അതുകൊണ്ട് രാജാവിനെ ആരും തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, ദൈവത്തിന് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14-മനാണ്. 15-മൻ പറഞ്ഞു, എനിക്ക് ശേഷം പ്രളയമായിരിക്കും. ഓ, എന്റെ കാലശേഷം ഇവിടെ എല്ലാം അസ്തമിക്കും, പ്രളയം വരും എന്ന് പറഞ്ഞു. ഇനി 16-മന്റെ സമയത്തായിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഇനി മേരി ആന്റോയിനേറ്റ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആന്റോയിനേറ്റ് ആണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലൂയി 14-മൻ പറഞ്ഞു, ഞാനാണ് രാഷ്ട്രം. 15-മൻ പറഞ്ഞു, എനിക്ക് ശേഷം പ്രളയം. 16-മന്റെ സമയത്തായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി? ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മേരി ആന്റോയിനേറ്റ് ആണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോ ഇതൊക്കെ എക്സാമിന്റെ ചോദ്യമാണ് കേട്ടോ. 14-മൻ എന്ത് പറഞ്ഞു, 15-മൻ എന്ത് പറഞ്ഞു, 16-മന്റെ സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം, മേരി ആന്റോയിനേറ്റ്. ഇതിങ്ങനെ പലരുടെ പേരുകൾ വരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം, നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? 15-മൻ എന്ത് പറഞ്ഞു, 16-മൻ, 14-മൻ. ഇനി ജെയിംസ് മാഡിസൺ ആരാണ്? ഇനി അടുത്തത് ജോർജ് വാഷിങ്ടൺ ആരാണ്? പിന്നെ തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ കൺഫ്യൂഷൻ ആകരുത്. ഇനി അഥവാ കൺഫ്യൂഷൻ വരുന്നവർ എന്ത് ചെയ്യണം? ഒരു പേപ്പർ എടുക്കുക, ഓരോരുത്തരെ എഴുതുക, എവിടെയെങ്കിലും ഒട്ടിക്കുക, 4-5 ദിവസം അടുപ്പിച്ച് വായിക്കുക. അപ്പോഴത്തേക്ക് ഇത് സെറ്റ് ആവും. ക്ലിയർ ആണ്? തോമസ് പെയിന്, ജോൺ ലോക്ക്, ജെയിംസ് ഓട്ടിസ്, അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതുക. ഓരോരുത്തർ എന്ത് പറഞ്ഞു വ്യക്തമായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇത് സെറ്റ് ആവും കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത്, ഫ്രാൻസില് 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചു. 10-ൽ 9 പേര് പട്ടിണി കിടന്ന് മരിക്കും. ഒരാള് ദഹനക്കേട് വന്ന് മരിച്ചു. അതായത് കുറച്ചു പേരുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല പൈസയുണ്ട്, അവര് ഇഷ്ടം പോലെ അറമാദിച്ച് ജീവിക്കുന്നു, തിന്നും കുടിച്ചും ഒക്കെ ജീവിക്കുന്നു. മെജോറിറ്റി ആളുകൾ എന്ത് ചെയ്യാണ്? ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങൾ ദുരിതത്തിലായിരുന്നു. ഭരണാധികാരികള്, ന്യൂനപക്ഷ ആളുകൾ എന്ത് ചെയ്തു? ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് അവർ നയിച്ചത്. അപ്പൊ അസമത്വമായിരുന്നു ഫ്രാൻസില് ഉണ്ടായിരുന്നത്. അപ്പൊ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടായി ഇവർ തിരിച്ചിരുന്നു. എസ്റ്റേറ്റുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടായി തിരിച്ചു. ഇതിനെ വിളിക്കുന്നത് എന്താണ്? എസ്റ്റേറ്റുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് 3 എസ്റ്റേറ്റുകളെ കുറിച്ച് നോക്കാം. ഇതാണ് ഫ്രഞ്ച് സമൂഹം. 1-ാമത്തെ എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, 1-ാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെയുണ്ട്? പുരോഹിതന്മാരുണ്ട്. 2-ല് പ്രഭുക്കന്മാരുണ്ട്. 3-ലാണ് എല്ലാ ആളുകളും വരുന്നത്: കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, ഇങ്ങനെ മധ്യവർഗവും കർഷകർ, കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ, ഇങ്ങനെ എല്ലാ ആളുകളും 3-ലാണ്. അപ്പൊ ആളുകളുടെ നമ്പർ കൂടുതൽ എവിടെയാണ്? 3-ാമത്തെ എസ്റ്റേറ്റിലാണ് നമ്പർ ഓഫ് ആളുകൾ കൂടുതൽ. അപ്പൊ 1-ാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, 2-ൽ പ്രഭുക്കന്മാർ, 3-ൽ ആരൊക്കെയാണ്? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, ഇങ്ങനെയൊക്കെ ആളുകളാണ് അടുത്തതില്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ച ആളുകളാണ് 1-ാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ. എല്ലാത്തരം നികുതികളിൽ നിന്നും അവരെ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലും സൈന്യത്തിലെയും ഉയർന്ന പദവികളായിരുന്നു 1-ാമത്തെ എസ്റ്റേറ്റുകാർ വഹിച്ചിരുന്നത്. ഇനി ഇവര് ഒരു നികുതി പിരിച്ചു. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കർഷകരിൽ നിന്ന് ഏത് നികുതിയാണ് ഇവർ പിരിച്ചത്? തിതെ എന്നു പേരിലുള്ള നികുതി പിരിച്ചത് 1-ാമത്തെ എസ്റ്റേറ്റ് ആണ്. പുരോഹിതന്മാര് പിരിച്ച നികുതിയുടെ പേരെന്തുവാ? തിതെ. കർഷകരിൽ നിന്നാണ് ഇവർ നികുതി പിരിച്ചത്. ഇതിന്റെ പേര് തീതെ എന്ന് നികുതി പിടിച്ചത് പുരോഹിതന്മാർ. ഓക്കെയാണ്. അടുത്തത് 2-ാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ്. ഇവരെയും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ആഡംബര ജീവിതമാണ് നയിച്ചത്. വിശാലമായ ഭൂപ്രദേശമൊക്കെ ഇവർക്കുണ്ടായിരുന്നു. സൈനിക സേവനമാണ് നടത്തിയത്. കർഷകരിൽ നിന്ന് ഇവർ പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു. 3-ാമത്തെ എസ്റ്റേറ്റോ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഇങ്ങനെയുള്ള ആളുകളല്ലേ. ഇവർക്ക് ഭരണത്തിലൊന്നും ഒരു അവകാശവും ഇല്ല. ഇവർ ഒരു നികുതി കൊടുക്കേണ്ടി വന്നു. തൈലേ എന്നു പേരുള്ള ഭൂനികുതിയാണ് ഇവർ സർക്കാരിന് കൊടുക്കേണ്ടി വന്നത്.
അപ്പൊ തല, കുറെ തലകളുള്ള സ്ഥലം ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. ഒത്തിരി തലകളുണ്ട് അല്ലെ. അപ്പൊ തൈലേ എന്ന നികുതിയാണ് ഇവർ കൊടുക്കേണ്ടി വന്നത്. താഴ്ന്ന സാമൂഹിക പദവി, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവർ നികുതി കൊടുക്കണമായിരുന്നു. പ്രഭുക്കന്മാർക്കും കൊടുക്കണം, പുരോഹിതന്മാർക്കും നികുതി കൊടുക്കണം. ക്ലിയർ ആണ്. അപ്പൊ പ്രഭുക്കന്മാര് പുരോഹിതന്മാരൊക്കെ പുരോഹിതന്മാർ ഏത് നികുതിയാണ് പിരിച്ചിരുന്നത്? തിതേ എന്ന നികുതിയാണ് പിരിച്ചത്. ഫ്രാൻസിലെ അസമത്വം, ഈ ചൂഷണം, ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. ഇതിനു വേണ്ടി കുറച്ച് ആളുകൾ കണ്ടോ. അപ്പോ ഇതിനെ കുറെ ചിന്തകന്മാര് വന്നു, ഇവരെന്ത് ചെയ്തു? ജനങ്ങളെയൊക്കെ ബോധവൽക്കരിച്ചു. അതിൽ പ്രധാനികളാണ് വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ. ആരൊക്കെയാണ്? വോൾട്ടേർ ഉണ്ട്, റൂസോ ഉണ്ട്, മോണ്ടസ്ക്യൂ ഉണ്ട്. വോൾട്ടേർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇവ പ്രോത്സാഹിപ്പിച്ചു. വോൾട്ടേർ കണ്ടോ, ഈ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ശരിക്കും ചൂഷണം ചെയ്തല്ലോ ജനങ്ങളെ, അവരെ പരിഹസിച്ചു. യുക്തിചിന്തയും സമത്വവും മനുഷ്യസ്നേഹവും പ്രോത്സാഹിപ്പിച്ചു. ഇനി റൂസോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സാമിന്റെ സ്ഥിര ചോദ്യം. റൂസോന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്. എന്താ റൂസോ പറയുന്നത്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെ ഇരിക്കുക? ചങ്ങലയിൽ ഇരിക്കുക. കാര്യം സ്വതന്ത്രമായിട്ടാണ് ജനിച്ചത്. എല്ലാവരും ഒരേ അമ്മയിൽ നിന്ന് ജനിച്ചു വരുന്നു അല്ലെ. എല്ലാവരും ഒരേപോലാണ് ജനിക്കുന്നത്. നോക്കുമ്പോൾ എല്ലാവർക്കും കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, ചെവിയുണ്ട്. എല്ലാവർക്കും എല്ലാ അവയവങ്ങളും ഒക്കെ ഒരുപോലെ ഉണ്ട്. എല്ലാവരുടെ ശരീരത്തിൽ ഓടുന്ന രക്തമാണ്. എല്ലാവരുടെയും രീതികളൊക്കെ ഒന്നാണ്. നടക്കുന്നു, ഇരിക്കുന്നു, ഇതൊക്കെ തന്നെ അല്ലേ. പക്ഷെ എവിടെയോ ഒരു അസമത്വം അല്ലെ. ചിലരെന്ത് ചെയ്യുന്നു? അതങ്ങ് ദൂർത്തടിക്കുകയാണ്. അപ്പൊ സ്വതന്ത്രമായിട്ടാണ് മനുഷ്യൻ ജനിച്ചത്, പക്ഷെ എല്ലായിടവും ചങ്ങലയിലാണ്. കുറെ ആളുകൾ ഇവരെ പിടിച്ച് ചങ്ങലയിൽ കിടുന്നു, അടിമത്തം. അപ്പൊ ഇദ്ദേഹം സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകി. ജനങ്ങളാണ് പരമാധികാരി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതൊക്കെ എക്സാമിന് ചോദ്യമാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം റൂസോ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം റൂസോ. ഇനി മോണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഈ വിഭാഗങ്ങളാക്കി തിരിക്കണം എന്ന് വാദിച്ചതും മോണ്ടസ്ക്യൂ ആണ്. ഇന്ന് നമ്മളുടെ ഗവൺമെന്റിനെ മൂന്നായിട്ടല്ലേ ഇന്ത്യയിൽ തിരിച്ചേക്കുന്നത്? ഒന്ന് കാര്യനിർവഹണം, മറ്റൊന്ന് നിയമനിർമ്മാണം, മൂന്ന് നീതിന്യായം. അപ്പൊ മോണ്ടസ്ക്യൂ, മണ്ടേല് ആള് താമസമുള്ള ഇദ്ദേഹമാണ് ഇത് പറഞ്ഞത് അല്ലെ. ഓക്കെ, മോണ്ടസ്ക്യൂ എന്ന് നമുക്ക് പഠിച്ചു വെക്കാം. മോണ്ടസ്ക്യൂ ജനാധിപത്യം, റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിനെ മൂന്നായി തിരിക്കണം, നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്ന് ഇദ്ദേഹം പറഞ്ഞു. റൂസോ പറഞ്ഞ എന്തുവാ? എല്ലാവരും സ്വാതന്ത്ര്യമായിട്ടൊക്കെ ജനിക്കുന്നു, പക്ഷെ ചങ്ങലയിലാണ്. ജനങ്ങളാണ് പരമാധികാരി. ഇത് രണ്ടുമാണ് റൂസോ പറഞ്ഞത്. വോൾട്ടേർ എന്ത് ചെയ്തു? വോൾട്ടേർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഫ്രാൻസിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? ഫ്രാൻസില് ഈ 4 പേരുടെ സ്റ്റേറ്റ്മെന്റുകൾ: 14-മൻ, 15-മൻ, 16-മൻ, മേരി ആന്റോയിനറ്റ്. അത് കഴിഞ്ഞ് 3 എസ്റ്റേറ്റുകളായി തിരിച്ചു എന്ന് കണ്ടു. 3 എസ്റ്റേറ്റ്, പിന്നെ തിതേ നികുതി, തൈലേ നികുതി, ഇത് രണ്ടും കണ്ടു. പിന്നീട് നമ്മൾ വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ ഇത്രയും പഠിച്ചു. ഫ്രാൻസില് ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ ഇവയൊക്കെ വരൾച്ചയ്ക്കും കൃഷിനാശത്തിനും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാക്കി മാറ്റി. അപ്പോ ഫ്രാൻസിലെ ഭരണാധികാരികള് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയി. ജനങ്ങളുടെ മേല് വീണ്ടും കുറച്ചും കൂടെ നികുതികൾ ചുമത്താൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? 1789 ചക്രവർത്തിയായിരുന്ന ലൂയി 16-മൻ ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. 3 എസ്റ്റേറ്റുകളാണ് സ്റ്റേറ്റ് ജനറലിൽ ഉണ്ടായത്. ഓരോ എസ്റ്റേറ്റിനും 1 വോട്ട് മതിയെന്നും ഓരോ അംഗത്തിന് ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. ഓരോ വോട്ട് തന്നെ വേണമെന്ന് 3-മത്തെ എസ്റ്റേറ്റിലെ ആളുകൾ വാദിച്ചു. കോമൺസ് എന്നറിയപ്പെട്ട 3-മത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം ഓരോ വോട്ട് വേണം എന്നായി. അപ്പൊ ഇവര് തമ്മിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ വോട്ട് ചെയ്യുന്നതിൽ തർക്കമൊക്കെ ഇങ്ങനെ തുടർന്നപ്പോ 3-മത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ പറഞ്ഞു, തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി. കാര്യം ഞങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കും.
എന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആളുകൾ പറഞ്ഞു. ഒന്നാമത്തെ എസ്റ്റേറ്റ് 285, രണ്ടില് 308, മൂന്നിൽ 621 പേർ. ഇവർ രണ്ടിനെയും കൂടെ കൂട്ടിയാലും അതിൽ കൂടുതലാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്. അപ്പൊ ഇവരെന്ത് ചെയ്തു? തൊട്ടടുത്തൊരു ടെന്നീസ് കോർട്ട് ഉണ്ടായിരുന്നു, അവിടോട്ട് പോയി ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇനി ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇവിടുന്ന് ഞങ്ങള് പിരിഞ്ഞു പോവുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. എക്സാമിന്റെ ചോദ്യമാണ്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. അപ്പോ ഈ ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയോടുകൂടി ആരംഭിക്കുകയാണ്. 1789 ചക്രവർത്തി ലൂയി 16 ഇങ്ങനെ വിളിക്കുന്നത്. അത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിൽ കലാശിച്ചു. ഇനി 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി, ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റൽ ജയില് തകർത്തു. ഇത് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കാം. 1789 ജൂലൈ 14 എന്ത് ചെയ്തു? ഇവര് ഈ ഒരു ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റൽ എന്ന ജയില് തകർത്തു. എക്സാമിന്റെ ചോദ്യമാണ്, ബാസ്റ്റൽ ജയിൽ ആക്രമണം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. ബാസ്റ്റൽ ജയിൽ ആക്രമിച്ച ഡേറ്റ് 1789 ജൂലൈ 14. ഇനി 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഒക്ടോബർ ആയപ്പോൾ പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അപ്പൊ അവരൊക്കെ പട്ടിണിയിലാണ്, പട്ടിണി പറ്റത്തില്ല, ഞങ്ങൾക്കൊക്കെ ഭക്ഷണം വേണമെന്നും പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോഴാണ് മേരി ആന്റോണിയറ്റ് പറഞ്ഞത്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് അപ്പോഴാണ്. ഇനി 1792 സെപ്റ്റംബർ പുതുതായി രൂപീകരിച്ച ഭരണഘടനയ്ക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഇനി നമ്മൾ ഭീകരവാഴ്ചയെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഭീകരവാഴ്ച? അപ്പൊ കണ്ടോ, ഫ്രാൻസ് എന്നാണ് റിപ്പബ്ലിക്കായി മാറുന്നത്? 1792 സെപ്റ്റംബർ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. 1, 7, 7 കഴിഞ്ഞ അടുത്ത സംഖ്യ 8, അത് കഴിഞ്ഞ അടുത്ത സംഖ്യ 9. എളുപ്പത്തിൽ ഫ്രഞ്ച് വിപ്ലവം ഓർക്കാം, അടുപ്പിച്ചുള്ള സംഖ്യകൾ 7, 8, 9. ഇനി നമ്മൾ ഭീകരവാഴ്ച, റെയിൻ ഓഫ് ടെററിനെ കുറിച്ചാണ് പറയുന്നത്. 1793 ജൂലൈ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാന്റൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാരെയും ഇവർ എന്ത് ചെയ്തു? ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണമായി വധിച്ചു. ഇതാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം. ശത്രുക്കളെല്ലാം ഇവരങ്ങ് വധിക്കും. അപ്പോ ഇവര് പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ വധിച്ചു. ലൂയി 16 ഭാര്യയായ മേരി ആന്റോണിയറ്റിനെയും ഗില്ലറ്റില് വധിച്ചു. അപ്പോ 1793 ജൂലൈ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് ഈ റോബിസ്പിയറുടെ നേതൃത്വത്തില് പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്. മിറാബോ, ഡാന്റൺ ഇവരൊക്കെ ഇതിലെ അംഗങ്ങളായിരുന്നു. ഇവരാണ് ശത്രുക്കൾ എന്ന് തോന്നിയവരെല്ലാം നിഷ്കരണം വധിച്ചത്. പ്രഭുക്കന്മാരെ, പുരോഹിതന്മാരെ, രാജാവായിരുന്ന ലൂയി 16 ഭാര്യ മേരി ആന്റോണിയറ്റിനെ ഒക്കെ ഗില്ലറ്റില് വധിച്ചു. അവസാനം റോബിസ്പിയറിനെയും ഗില്ലറ്റിൽ തന്നെ വധിച്ചു. 1794 ജൂലൈ വരെ ഈ ഒരു ഭരണം ഭീകരവാഴ്ചയായിരുന്നു. അപ്പോ ആരെയും വധിക്കും, എതിർക്കുന്നവരെല്ലാം അപ്പോഴേ വധിക്കും. ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഫ്രാൻസ് തുമ്മിയാൽ എന്ത് ചെയ്യും? യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. മെറ്റിയോറ്റി. ക്ലിയർ ആണ്? ഇത് മെറ്റേണി, അതായത് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണി പറഞ്ഞ അഭിപ്രായമാണ്. ആരാണ് പറഞ്ഞത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുന്ന മെറ്റേണി. ഇനി ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയുമായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷന്റെ ആള് ടിപ്പു സുൽത്താനാണ്. ലോകത്ത് ആകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം
നമ്മുടെ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ ഒരു തന്ത്രമായിട്ട് ടിപ്പു ഫ്രഞ്ചുകാരുമായി കൂട്ടായി സഖ്യമുണ്ടാക്കി. പൗരനായ ടിപ്പു, സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിന് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു, ട്രീ ഓഫ് ലിബർട്ടി. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പോൾ ടിപ്പു സുൽത്താന് ഫ്രഞ്ച് വിപ്ലവം ആകർഷിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇദ്ദേഹം ഫ്രഞ്ചിന്റെ പൗരത്വം സ്വീകരിച്ചു. പൗരനായ ടിപ്പു, പൗരത്വം സ്വീകരിക്കാന്ന് വെച്ചാൽ പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിക്കുന്നു. പിന്നെ വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്ക് ശ്രീരംഗപട്ടണത്ത് എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യത്തിന്റെ മരം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? ഒരു മരം നടന്നു, ട്രീ ഓഫ് ലിബർട്ടി നടന്നു. ഫ്രഞ്ച് ക്ലബ്ബ് ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ഈ സ്വാതന്ത്ര്യത്തിന്റെ മരം KS-ന്റെ എക്സാമിന് ചോദിച്ചായിരുന്നു. ഒരുപാട് എക്സാമുകൾക്കല്ലാണ്ടും ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ഒരു സഹകരണം ഉണ്ടായിരുന്നത് നമ്മുടെ ടിപ്പു സുൽത്താനാണ്. റൂസോ പറഞ്ഞു, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി എന്ത് ചെയ്യണം? ജീവിക്കണം. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ക്ലിയർ ആണ്? അടുത്തത് നമ്മൾ നെപ്പോളിയനിലേക്ക് പോവുകയാണ്. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. കുറച്ചുനാള് ഏകാധിപതിയായ നെപ്പോളിയൻ ഫ്രാൻസിനെ ഭരിച്ചു. അപ്പോ 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും ഒരുപാട് നല്ല നല്ല പരിഷ്കാരങ്ങൾ നെപ്പോളിയൻ കൊണ്ടുവന്നു. ക്ലിയർ ആണ്? അതിലൊന്നാണ് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. കർഷകർക്ക് എന്ത് ചെയ്തു? കൃഷിഭൂമിയൊക്കെ കൊടുത്തു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. ഇനി നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. അപ്പോൾ നമ്മളുടെ നെപ്പോളിയൻ ഒരു ഏകാധിപത്യ ഭരണം ഫ്രാൻസിൽ കാഴ്ചവെച്ചു. എങ്കിൽ പോലും ഇദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. കർഷകർക്ക് കൃഷിഭൂമിയൊക്കെ കൊടുത്തു. പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്ക് റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. പിന്നെ നിലവിലുള്ള നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ച് പുതിയ നിയമസംഹിതയൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കി. നെപ്പോളിയന്റെ കാലഘട്ടത്തില് ഫ്രാൻസില് ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിപ്പിക്കുമോ എന്ന മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവര് സംഘടിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയായിരുന്നു അവര് ഭയപ്പെട്ടത്, നെപ്പോളിയനെ. അതുകൊണ്ട് 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു. എക്സാമിന്റെ സ്ഥിര ചോദ്യമാണ് 1815 ആരാ മരിച്ചത്? നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ പരാജയപ്പെടുകയാണ് ചെയ്തത്, മരിക്കുകയല്ല. 1815 നെപ്പോളിയൻ പരാജയപ്പെട്ടു. വാട്ടർലൂ യുദ്ധത്തിലാണ് ഇദ്ദേഹം പരാജയപ്പെട്ടത്. വാട്ടർലൂ യുദ്ധത്തിൽ ഇദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടു. ഇനി ഫ്രാൻസിന്റെ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചതാരെന്ന് ചോദിക്കാറുണ്ട്, നെപ്പോളിയൻ. സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചതാരെന്ന് ചോദിക്കാറുണ്ട്, നെപ്പോളിയൻ. കർഷകർക്ക് കൃഷിഭൂമി ഉടമകളായി കൊടുത്തത് ആര്? നെപ്പോളിയൻ. ഇതൊക്കെ ചോദ്യം വരാറുള്ളതാ. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു. ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയനെ കുറിച്ച് പറഞ്ഞു 1815. പിന്നെ നമ്മളുടെ റൂസോ, അതുപോലെ ഈ റൂസോ, ഫ്രഞ്ച് ചിന്തകനായ റൂസോ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയപ്പോൾ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. റൂസോയുടെ പ്രശസ്തമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. റൂസോയുടെ പ്രശസ്തമായ കൃതിയുടെ പേരെന്താണ്? സോഷ്യൽ കോൺട്രാക്ട്. എക്സാമിന്റെ ചോദ്യമാണ്, സോഷ്യൽ കോൺട്രാക്ട് ആരാണ് രചിച്ചത്? നമ്മളുടെ ആൻസർ റൂസോ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം.
അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം 4 പേരെ കണ്ടു. 14-മൻ, 15-മൻ, 16-മൻ, മേരി ആന്റോണിയറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകളായി തിരിച്ചു. 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ്. തിതേ എന്ന നികുതിയെക്കുറിച്ചും തൈലയെക്കുറിച്ചും പറഞ്ഞു. അസമത്വങ്ങൾ, ചൂഷണങ്ങൾ ഇതൊക്കെ കണ്ടു. വോൾട്ടേറെ കുറിച്ച് പറഞ്ഞു, റൂസോ, മോണ്ടെസ്ക്യൂ. ഇനി 3-ാം എസ്റ്റേറ്റിലേക്ക് വന്നു. 1789 ചക്രവർത്തി ലൂയി 16-മൻ. ക്ലിയർ ആണ്? ജനപ്രതിനിധി സഭ സ്റ്റേറ്റ് ജനറൽ വിളിക്കുന്നു. അപ്പൊ 3-ാം എസ്റ്റേറ്റുകാർ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങുന്നു. ഞങ്ങളാണ് കൂടുതൽ, ഞങ്ങൾക്ക് വോട്ടൊക്കെ വേണം. അങ്ങനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ക്ലിയർ ആണ്? പിന്നെ നമ്മൾ പറയുന്നത് ബൂർബൻ രാജവാഴ്ച പ്രതീകം, ബാസ്റ്റൽ ജയിൽ തകർത്തു, മനുഷ്യാവകാശ പ്രഖ്യാപനം, ആയിരക്കണക്കിന് സ്ത്രീകള് സമരത്തിൽ പങ്കെടുക്കുന്നു, ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യം, വ്യവസായ കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തുന്നു. ഫ്രാൻസിനെ അങ്ങനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കും. ഇനി ഭീകരവാഴ്ചയെ കുറിച്ച് നമ്മൾ കണ്ടു. ഗിലറ്റിൻ ഉപയോഗിച്ച് എല്ലാരെയും കൊല്ലുന്നത് കണ്ടു. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേണിയാണ്. ഇനി നമ്മൾ ടിപ്പു സുൽത്താൻ, സ്വാതന്ത്ര്യത്തിന്റെ മരം, പൗരനായ ടിപ്പു, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. അടുത്തത് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവമാണ്. നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിലാണ് അവിടുന്ന് പുറത്താകുന്നത്. 1899 ഫ്രാൻസിന്റെ അധികാരം ഇദ്ദേഹം പിടിച്ചെടുത്തു. ഏകാധിപതിയായിരുന്നു, പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. 1815 വാട്ടർലൂ യുദ്ധം, യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഏതൊക്കെ വിപ്ലവങ്ങൾ പഠിച്ചു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചു, ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ് പറയേണ്ടത്. പാബ്ലോ നെരൂദ, മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ. ഇനി നമുക്ക് വേണ്ടത് വിഭവങ്ങളുടെ സമൃദ്ധി. ചോള കൃഷി, ചെമ്മരിയാട് വളർത്തുന്നു, വ്യാപാരത്തിലെ സമ്പത്ത് നേടുന്നു. അപ്പോ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കുന്നു. ഇങ്ങനത്തെ സാമ്പത്തിക അഭിവൃദ്ധി ചൂഷണം ചെയ്താണ് ഇവർ കോളനിയാക്കുന്നത്. കോളനി ഭരണം ജനങ്ങളെ ബാധിക്കുന്നു. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷ, മതം, ആചാരം അവിടെ പ്രചരിപ്പിച്ചു. ക്ലിയർ ആണ്? അപ്പോ യൂറോപ്യന്മാരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രോഗങ്ങളിലും വംശവിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്ത്, വിഭവങ്ങൾ കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. അപ്പോൾ അങ്ങനെ ലാറ്റിൻ അമേരിക്കനും സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ, ഈ ഒരു സഖ്യമാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകാൻ തുടങ്ങിയത്. സൈമൺ ബൊളിവർ, ഫ്രാൻസിസ്കോ മിരാഡ, പിന്നെയോ ജോസെ ഡി സാൻ മാർട്ടിൻ. അപ്പോൾ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം കഴിഞ്ഞു. സൈമൺ ബൊളിവറിനെ ഓർക്കുക, ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, ഇത്രയും ഓർക്കുക. അടുത്ത നമുക്ക് റഷ്യൻ വിപ്ലവത്തിലേക്ക് പോകാം. റഷ്യൻ വിപ്ലവത്തിൽ ആദ്യം തന്നെ ഒരു പുസ്തകത്തിൽ ഡയലോഗാണ്. അമ്മ എന്ന കൃതി മാക്സിം ഗോർക്കിയുടെ ഡയലോഗാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണ്? കർഷകരുടെയൊക്കെ സ്ഥിതി, മോശം സ്ഥിതി നമുക്ക് ഇതിനകത്ത് നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇനി നമ്മൾ ഒരു യഥാർത്ഥ സിനിമയിലേക്ക് പോവുകയാണ്. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചിത്രം ഏതാണ്? സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് നിശബ്ദ ചിത്രം രൂപം കൊണ്ടത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പോട്ടൻകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചു. അപ്പൊ ഇതാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രങ്ങളും സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്തു. അപ്പോൾ റഷ്യയിലെ ചലച്ചിത്ര സംവിധായകനാണ് സെർഗി ഐസൻസ്റ്റീൻ. ക്ലിയർ ആണ്? ഇത്രയും പിടികിട്ടി. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം ഇതും കണ്ടു. ക്ലിയർ ആണ്?
ജോൺ റീഡും സെർഗി ഐസൻസ്റ്റീനും പഠിച്ചു. ഈ തൊഴിലാളികൾക്ക്, കർഷകർക്ക് ദുരിത ജീവിതം മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ് ഒക്കെ എന്ത് ചെയ്തു? കൃതികളും പടങ്ങളും ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ റഷ്യയില് മാർക്സിസ്റ്റ്, അപ്പൊ തൊഴിലാളികൾക്ക് എന്ത് ചെയ്തു? ആവേശമുണ്ടാകുന്നു. ഇവർ ജനങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ആവേശം പകരുന്നു. അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണം, നമുക്ക് സ്വാതന്ത്ര്യം നേടണം, അതിനുവേണ്ടി നമ്മൾ പോരാടണം. ആ ഒരു ആശയം ജനങ്ങളിലേക്ക് കൊടുക്കുന്നു. അത് പല മാർഗങ്ങളിലൂടെയാണ്. അപ്പോൾ ചിലപ്പോൾ അതൊരു പുസ്തക രൂപത്തിലൊക്കെ ഇറക്കി അതിനകത്തായിരിക്കും ഇത് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഒരു നോട്ടീസ് ബോർഡിലായിരിക്കും, അതും അല്ലെങ്കിൽ കുറച്ച് ചിത്രം വരച്ചിട്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ ഇവർ ജനങ്ങളുമായി കൺവേ ചെയ്യും. ഇനി മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അപ്പൊ ഏത് പാർട്ടിയെ രൂപം കൊണ്ടത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? എക്സാമിന്റെ സ്ഥിരചോദ്യം. മെൻഷെവിക്, ബോൾഷെവിക്. മെൻഷെവിക് എന്ന് വെച്ചാൽ ന്യൂനപക്ഷം. മെൻഷെവിക് ന്യൂനപക്ഷം, മൈനോറിറ്റി എന്ന് ഓർത്താൽ മതി, മെൻ എന്ന് പറയും. ഇനി ബോൾഷെവിക് എന്ന് പറയുമ്പോൾ ബായുണ്ട്, ഭൂരിപക്ഷം എന്ന് ഓർക്കാം. ലെനിന്, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തു. ആരൊക്കെയാണ് ബോൾഷെവിക്? കൂടുതൽ ആളുകളുള്ള, ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാണ് ലെനിനും ട്രോട്സ്കിയും നേതൃത്വം കൊടുത്തത്. എന്നാൽ വളരെ കുറച്ച് ആളുകളുള്ള പാർട്ടിയാണ് ഏത്? മെൻഷെവിക്, ന്യൂനപക്ഷം. അപ്പൊ അലക്സാണ്ടർ കെരൻസ്കി ആണ് മെൻഷെവിക്കിന് നേതൃത്വം നൽകിയത്. അലക്സാണ്ടർ കെരൻസ്കി. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഫ്രെഡറിക് എംഗൽസ്, കാൾ മാർക്സ്. അപ്പൊ റഷ്യൻ വിപ്ലവം നമ്മൾ ഇങ്ങനെ തുടങ്ങുക അല്ലെ? റഷ്യൻ വിപ്ലവത്തിൽ ബാറ്റിൽഷിപ്പ് പോട്ടൻകിനെ കുറിച്ച് പറഞ്ഞു. ഇനി അമ്മ എന്ന കൃതി കണ്ടു. മാക്സിം ഗോർക്കി റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് പരാമർശിക്കുന്നു. ബോൾഷെവിക്, മെൻഷെവിക്, അലക്സാണ്ടർ കെരൻസ്കി, ലെനിൻ, ട്രോട്സ്കി, ഇത്രയും കണ്ടു. ഇനി നമ്മുടെ ജാലിയൻ വാലാബാഗ് പോലെ ഇവിടെ നടന്ന ഒരു സംഭവമാണ് 1905 റഷ്യൻ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഇതിനെയാണ് രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. എക്സാമിന്റെ ചോദ്യം ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്ലഡി സൺഡേ എന്നോ രക്തരൂക്ഷിത ഞായറാഴ്ച എന്നോ ഇതിനെ അറിയപ്പെടുന്നു. ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിത ഞായറാഴ്ച. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്ന് അറിയപ്പെട്ടു. അപ്പൊ സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനാകുന്നു. ബോൾഷെവിക്, മെൻഷെവിക്, അലക്സാണ്ടർ കെരൻസ്കി, അതുപോലെ തന്നെ ഏതൊക്കെ വരുന്നു? ലെനിനും വരുന്നു. പിന്നെ ആരാണ് വരുന്നത്? ട്രോട്സ്കി. കണ്ടോ? ഇനി നമ്മൾ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എക്സാമിന്റെ ചോദ്യം റഷ്യൻ വിപ്ലവം. ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത് ഏതാണ്? രക്തരൂക്ഷിത ഞായറാഴ്ച. ഇനി 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യക്കാർ കൊല്ലപ്പെടുന്നു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം വന്നു. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധം പ്രകടനം നടത്തുന്നു. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേരുന്നു. അങ്ങനെ ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ പെട്രോഗ്രാഡ് പട്ടണം ഇവർ പിടിച്ചെടുത്തു. നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു. മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് അവിടെ നിലവിൽ വന്നു. ആരുടെ നേതൃത്വത്തിലാണ്? അലക്സാണ്ടർ കെരൻസ്കി. അദ്ദേഹം ആരാണ്? കുറച്ചാളുകളുടെ നേതാവ്. ഇതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഫെബ്രുവരി വിപ്ലവം. എന്നാൽ ഈ
കൂടുതൽ ആളുകളുള്ള ഭൂരിപക്ഷമുള്ള ലെനിൻ ഇത് ഇഷ്ടപ്പെടുവോ? ഇല്ല. വ്ളാദിമിർ ലെനിൻ എന്ത് ചെയ്തു? താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്ക് സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥ ജനങ്ങൾക്കിടയിലും അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളെന്ന് ബോൾഷെവിക്ക് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് അവര് ചില ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികളിൽ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. അപ്പോ 1917 ആയപ്പം ഒക്ടോബറിൽ ഈ ബോൾഷെവിക്കിനെതിരെ വിപ്ലവം നടത്തി. അങ്ങനെ അവര് ഈ ഒരു റഷ്യയെ പിടിച്ചെടുക്കുന്നു. കെരൻസ്കി രാജ്യം വിട്ടുപോയി. ഇനി ബോൾഷെവിക്കുകൾ ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറാൻ കാരണം ഇവിടെ ആഭ്യന്തര കലാപം നടന്നതുകൊണ്ടാണ്. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുത്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. പിന്നെ സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. സോവിയറ്റ് യൂണിയൻ 1924 രൂപീകരിക്കുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാകുന്ന ലോകത്ത്. ഇത്രയുമാണ് നമ്മളുടെ റഷ്യൻ വിപ്ലവം. ഇനി ചൈന വിപ്ലവം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ AZB അക്കാദമി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFന്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. പേയ്മെന്റ് 1500 രൂപ മാത്രമാണ്. ഇനി LDC, LGS ഇങ്ങനെ തുടങ്ങിയ തസ്തികൾക്ക് വേണ്ടി കിഡിലൻ ബാച്ച് ജൂൺ 6 ആരംഭിച്ചിട്ടുണ്ട്. മെയ് 27 ഒരു ബാച്ച് ഉണ്ടായിരുന്നു. വെറും 599 രൂപ മാത്രമാണ് ഇതിന്റെ പേയ്മെന്റ് വരുന്നത്. LPUP അസിസ്റ്റന്റിന്റെ ബാച്ച് കോഴ്സ് അവൈലബിൾ ആണ്. LDC, LGS ലോങ് ടേം ബാച്ച് അവൈലബിൾ ആണ്. 599 രൂപ മാത്രമേ പേയ്മെന്റ് വരുന്നുള്ളൂ. മികച്ച ക്ലാസ്സുകളാണ്, മികച്ച അധ്യാപകരാണ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഏത് സമയത്തും കോൾ ചെയ്താൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്യുക. അപ്പൊ ഈ കാണുന്ന നമ്പർ കണ്ടോ, 9995467246 ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് നമ്പറിൽ അയക്കുക. അപ്പൊ ലോങ് ടേം ബാച്ച് ആണ്, എക്സാം പ്രോഗ്രസ് ഇവാലുവേഷൻ ആണ്, ലൈവ് റെക്കോർഡ് ക്ലാസ് ആണ്, റാപ്പിഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വരാൻ പോകുന്ന എക്സാമിന് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. AZBയിലെ സ്മാർട്ട് ക്ലാസ്സുകൾ, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവിങ്, അതുപോലെ തന്നെ വേണ്ടത് മാത്രം പഠിച്ചുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് എത്താനുള്ള കുറുക്ക് വിദ്യകളാണ് ഇവിടെ തരുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാം, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മൾ അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച് പഠിച്ചു അല്ലെ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ പറയാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവം പഠിച്ചു, പിന്നെ ഏത് പഠിച്ചു? ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു, റഷ്യൻ വിപ്ലവം പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്താണ് ജ്ഞാനോദയം? അമേരിക്കൻ വിപ്ലവം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, പിന്നെ കുടിയേറ്റം, മേഫ്ലർ കപ്പല്, മെർക്കന്റിലിസം നയം, ബോസ്റ്റൺ ടീ പാർട്ടി, ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്ത് പറഞ്ഞു, ഫിലാഡൽഫിയയിലെ സമ്മേളനങ്ങൾ 2, ജോർജിയ വിട്ടുനിന്നു, 13 കോളനി, കോമൺ സെൻസ് എന്ന ആശയം, ആരാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പിന്നെ ഇംഗ്ലണ്ട് അമേരിക്ക കോളനികൾ, അതൊക്കെ ഓർക്കുക. 1781, 1783 പാരീസ് ഉടമ്പടി, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഫ്രഞ്ച് വിപ്ലവം ഇങ്ങനെ തിരിക്കുന്നു: 3 എസ്റ്റേറ്റ്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ, പിന്നീട് ബാസ്റ്റിൽ ജയിലാക്രമണം, സ്ത്രീകളുടേത്, ഭീകരവാഴ്ച, ഫ്രാൻസ് ഉമ്മയിൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, മെറ്റാണി പറഞ്ഞു. ക്ലിയർ ആണ്. നെപ്പോളിയൻ, ഫ്രഞ്ച് വിപ്ലവം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം പിടികിട്ടി. റഷ്യൻ വിപ്ലവം മനസ്സിലായോ? സിനിമ കണ്ടു, മാർക്സിൻ ഗോർക്കി കണ്ടു, അലക്സാണ്ടർ കെരൻസ്കി, ലെനിൻ, ട്രോട്സ്കി, ബ്ലഡി സൺഡേ, പിന്നെ നമ്മൾ ഏതോർക്കും രക്തരൂക്ഷിത ഞായറാഴ്ച, എന്താണ് മാർക്സിസം. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ചൈനീസ് വിപ്ലവം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.